എല്ലാരും ജയിച്ച കഥകളാണ് സാധാരണ പറയാറ്. പക്ഷെ എനിക്ക് പറയാൻ മാത്രം ജയിച്ച കഥകളൊന്നുമില്ല. ഒരു പറ്റം തരുണീമണികളുടെ മുമ്പിൽ നിന്ന് ചീഞ്ഞ കഥയാണ് എനിക്ക് പറയാനുള്ളത്. 3 ആൺപിള്ളേര് മാത്രമുള്ള വീട്ടിൽ വളർന്നതുകൊണ്ടാവാം പെൺകുട്ടികളോട് സംസാരിക്കാനും ഇടപഴകാനും ഒരു പേടിയും വിറയലുമായിരുന്നു. പിന്നെ ജന്മസിദ്ധമായി കിട്ടിയ സഭാകമ്പവും. 4 പേരുടെ മുന്നിൽ വന്ന് നിന്നാൽ ആലില പോലെ വിറച്ചു തുടങ്ങും. +2 കഴിഞ്ഞു, സയൻസ് ബാച്ചായിരുന്നു. അതെന്തിനായിരുന്നുവെന്ന് പിന്നീട് പലതവണ ആലോചിച്ചിട്ടും ഉത്തരം കിട്ടിയിട്ടില്ല. +2 റിസൾട്ട് വന്ന ശേഷം ഞാൻ വിചിത്രമായൊരു തീരുമാനമെടുത്തു. പള്ളിയിലച്ചനാകാൻ സെമിനാറിയിൽ പോയി കളയാമെന്ന്. ആരുടെയും നിർബന്ധം കൊണ്ടൊന്നുമല്ല, തനിയെ ഒരു തോന്നൽ. ആളുകളെ കണ്ടാൽ ആലില പോലെ വിറയ്ക്കുന്ന ഞാനെടുത്ത തീരുമാനം സിംഹത്തിന്റെ മടയിൽ തലവെച്ചതുപോലെയായി. ഫോർമേഷൻ കാലഘട്ടത്തിന്റെ ആദ്യ വർഷങ്ങളിൽ റീജൻസി എന്നു പറയുന്ന ഒരു പരിപാടിയുണ്ട്. സെമിനാരിയിൽ നിന്നും മാറി ഏതെങ്കിലും സ്ഥാപനത്തിലോ ഓർഫനേജുകളിലോ താമസിച്ച് ജോലി ചെയ്ത് എക്സ്പീരിയൻസ് നേടുന്ന ഒരു പ്രതിഭാസം. എനിക്ക് കിട്ടിയത് തൃശൂർ ജില്ലയിലെ ഒരു സെന്റ് ജോസഫ് ഹോസ്പിറ്റലിലാണ്. ഒരു നഴ്സിംഗ് കോളേജ് അടക്കം അത്യാവശ്യം തരക്കേടില്ലാത്തൊരു ഹോസ്പിറ്റലാണത്. സിസ്റ്റർമാർ നടത്തുന്ന ആശുപത്രി ആയതുകൊണ്ട് തന്നെ നാളെയും കാണേണ്ടവരായതുകൊണ്ട് സർവ്വ സ്വാതന്ത്ര്യവുമുള്ള കമ്പൗണ്ടർമാരുടെ ഡ്യൂട്ടിയാണ് കിട്ടിയത്. ചെന്നതിന്റെ പിറ്റേന്ന് ആദ്യ രാവിലെ ഹോസ്പിറ്റലിന്റെ ചാപ്പലിൽ കുർബാനയുണ്ടായിരുന്നു. സെമിനാരിക്കാരനായതുകൊണ്ട് കുർബാനയ്ക്കിടയിൽ ബൈബിൾ വായിക്കാനുള്ള പണി നൈസായി സാക്രിസ്റ്റിയിലെ സിസ്റ്റർ പെടലിക്ക് വെച്ച് തന്നു. ഒരിക്കലും ഒരു അൽത്താര ബാലൻ പോലും ആയിട്ടില്ലാത്ത ഞാൻ സെമിനാരിയിലെ 19 പേർക്കിടയിൽ തട്ടിമുട്ടിയും വായിച്ചു കടന്നു പോവുകയായിരുന്നു. കുർബാന തുടങ്ങി ആദ്യത്തെ വായനയുടെ സമയമായി. സാക്രിസ്റ്റിയിൽ നിന്ന് ബൈബിളുമായി ഞാനങ്ങ് ചെന്നു നിന്നു. തലക്കെട്ട് വായിച്ച് കണ്ണുയർത്തി നോക്കിയ ഞാൻ കണ്ട കാഴ്ച, ഏതാണ്ട് 500 സുന്ദരികളായ പെൺകുട്ടികൾ ബൈബിൾ വായിക്കുന്ന എന്നെ തന്നെ തുറിച്ചു നോക്കി നിൽക്കുന്നു. ഇത്രയും പെൺപിള്ളേരൊക്കെ കുർബാനയ്ക്ക് വരുമെന്നറിഞ്ഞിരുന്നെങ്കിൽ തലേന്ന് രാത്രി തന്നെ കള്ളവണ്ടി കയറി നാടുവിട്ടനെ. വല്ലാത്ത ചതിയായിപ്പോയി. പെൺപിള്ളേരെ കണ്ടതും എന്റെ കൈയും കാലും നിന്ന് വിറയ്ക്കാൻ തുടങ്ങി. ഒച്ചയിടറി പേടിച്ച് വിറങ്ങരിച്ച് ഒരുവിധം വായിച്ച് ഞാൻ സ്ഥലം വിട്ടു. പിന്നെ സിസ്റ്റർമാർ എന്നെ ബൈബിൾ വായിക്കാൻ നിർബന്ധിച്ചിട്ടില്ല. വായനയൊക്കെ കഴിഞ്ഞ് നാണം കെട്ട അവസ്ഥയിൽ അന്ന് ജോലിക്കു പോകാൻ ഒരു മടി തോന്നി. എന്നാലും പോകാതിരിക്കാൻ ഗത്യന്തരമില്ലാതെ ഡ്യൂട്ടിക്ക് പോയി. എന്നാൽ ആരും അതേപ്പറ്റി എന്നോട് പറഞ്ഞില്ല. അപ്പോൾ വലിയ കുഴപ്പമില്ലായിരുന്നല്ലോ എന്ന് ഞാനും ചിന്തിച്ചു. ഹോസ്പിറ്റലിന്റെ വാർഡിൽ ചെന്നതും ഫസ്റ്റ് ഇയർ നഴ്സിംഗ് പഠിക്കുന്ന സുമുഖയായൊരു പെൺകുട്ടി എന്നെ മാറ്റി നിർത്തി പറഞ്ഞു, ചേട്ടൻ ഇന്ന് രാവിലെ കുർബാനയ്ക്കിടയിൽ ബൈബിൾ വായിക്കുന്നത് കണ്ടപ്പോൾ ഒരു ഗ്ലാസ് വെള്ളവുമായി അൽത്താരയിലേക്ക് കയറി വന്നാലോ എന്ന് എനിക്ക് തോന്നിയായിരുന്നു. അപ്പോൾ എനിക്കൊരു കാര്യം ഉറപ്പായി. 500 സുന്ദരികളുടെ മുന്നിൽ നൈസായിട്ട് ഞാൻ നാണം കെട്ട് ചീഞ്ഞു. ഇനി പറഞ്ഞിട്ട് എന്ത് കാര്യം? പെൺകുട്ടികളോട് സംസാരിക്കാനുള്ള പേടിയും വിറയലും കുറേയേറെ മാറ്റിയത് ഈ ഇൻസിഡന്റാണ്. ഓരോ നാണം കെടലുകളും ഒരു പാഠമാണ് ജീവിതത്തിൽ. നമ്മുടെ ഭയത്തിന്റെ ചരടുകൾ പൊട്ടിക്കാനുള്ള അവസരങ്ങളാണ് ഓരോ ഇൻസൾട്ടുകളും. ഇതെന്റെ ഒരു ജീവിത കഥയാണ്. ഇതുപോലെ എത്രയോ നാണം കെടലുകളിലൂടെയാണ് നമ്മളെല്ലാവരും മുന്നോട്ടു പോകുന്നത്. മറ്റുള്ളവരെ ഫേസ് ചെയ്യാൻ മടിയുള്ളവരാണോ, സ്റ്റേജ് ഫിയർ ഉള്ളവരാണോ, കുട കുടിക്കോ? ഈ അനാവശ്യമായ ഭയം നമ്മുടെ ഭാവിയെ ഇരുട്ടിലാക്കും. വീഡിയോ ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടാൽ പലപ്പോഴും 2 അക്ഷരം മിണ്ടിയും പറഞ്ഞും ഇരിക്കാം.